നമ്മൾ കല്യാണത്തിന് മുമ്പ് ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയിട്ടായിരിക്കും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നുണ്ടാവുക. അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർ ഇതൊന്നും പറയൂല. എൻ്റെ മനസ്സിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എന്താക്കൂല, പറയൂല. പക്ഷെ അയാൾക്ക് എന്നാലും അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അയാൾ എന്നോട് എന്നെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ, എന്നെ അവിടെ കൊണ്ടുപോയിടായിരുന്നോ, അയാൾ അത് ചെയ്തില്ലല്ലോ. എക്സ്പെക്ടേഷൻസും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ ആണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നുണ്ടാവുക. നിങ്ങളെ പഠിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളായിരിക്കില്ല നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാവുക. അപ്പം എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഞാൻ ആഗ്രഹിച്ച രീതിയിലാവണമെന്ന് വാശി പിടിച്ചിട്ട് അവൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇവളിങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ഹസ്ബൻഡുമാരാണെന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ടുപോകണം, എന്നോട് റൊമാൻറ്റിക് ആവണം, എന്നെ സ്നേഹിക്കണം, എന്നെ കെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എൻ്റെ കൈ പിടിക്കണം. ഇതൊക്കെ നമ്മളുടെ ആഗ്രഹമാണ്. ചിലപ്പോൾ ഹസ്ബൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അയാൾക്ക് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വൈഫിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല, ഇതുണ്ടാവില്ല. പക്ഷെ ഇതൊന്നും പറയൂല. അയാൾ കണ്ടില്ല എന്നോട് നടന്നു പോകണം, എന്നോടൊരു സ്നേഹവും ഇല്ല, അത് പ്രകടിപ്പിക്കൂല. പലരും വിളിച്ചു പറയുന്നത് തന്നെ സ്നേഹം പ്രകടിപ്പിക്കൂല. ഇത് ഒരു ഹസ്ബൻഡും വൈഫും അവർ തമ്മിൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് രണ്ടു പേരും ഒരേ രീതിയിൽ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് നമുക്ക് ബെസ്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ.